ഖത്തറിനുള്ളിൽ കയറി ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്നാണ് തോന്നുന്നത്? അമേരിക്ക എന്ന രാജ്യത്തെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് അറബ് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു ആക്രമണം തന്നെയാണ് സെപ്റ്റംബർ 9 രാത്രി ഇസ്രയേൽ നടത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ അറിവില്ലാതെ അമേരിക്കൻ സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യത്ത് ഇസ്രയേൽ ആക്രമണം നടത്തില്ല എന്നത് വ്യക്തമാണ്. ഇതിനുള്ള തിരിച്ചടി ഖത്തറിലെ അമേരിക്കൻ താവളത്തിന് നേരെ ഇനി ഉണ്ടായാലും അത്ഭുതപ്പെടേണ്ടതില്ല. അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക താവളമാണ് ഖത്തറിലുള്ളത്. അതുപോലെ തന്നെ ഹമാസിന്റെ വൻതോതിലുള്ള അനുയായികളും വൻ നെറ്റ്വർക്കുകളുമുള്ള രാജ്യമാണ് ഖത്തർ എന്നതും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. 60,000-ലധികം പലസ്തീനികളെ കൊന്നൊടുക്കിയ ഇസ്രയേലിനെ ഒരു അപകടകാരിയായ വൈറസായി കാണുന്ന ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ച് ആ രാജ്യത്തെ സഹായിക്കുന്ന അമേരിക്കയും ഇപ്പോൾ ശത്രു പട്ടികയിലാണുള്ളത്. ദോഹയിലെ ആക്രമണത്തോടെ ഈ ശത്രുവിന് ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഇനി എന്തിന് താവളമൊരുക്കണമെന്ന ചോദ്യം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ രാജ്യം വിട്ടുപോകണമെന്ന് ഖത്തർ ഭരണകൂടം ആവശ്യപ്പെട്ടാൽ പിന്നെ അവിടെ തുടരാൻ വേണ്ടിയിട്ട് അമേരിക്കൻ സൈന്യത്തിന് കഴിയില്ല.